ആലപ്പുഴയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ 34 ഷട്ടറുകൾ തുറന്നതിനോടൊപ്പം പൊഴിയും മുറിച്ചിട്ടുണ്ട്. തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ ഭാഗങ്ങളിൽ കടലിപ്പോൾ പ്രക്ഷുബ്ധമാണ്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഗതാഗതം ഇപ്പോൾ ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മനീഷ് മഹിപാൽ ഇപ്പോൾ സംസ്ഥാന പാതയിലാണ് ഉള്ളത്. മനീഷ് മഹിപാൽ, നേരത്തെ നമ്മൾ MLA യോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ വെള്ളം കയറുന്നത് ഇന്നലെ റാന്നിയിൽ ഇറങ്ങിയ വെള്ളം ഇന്നിപ്പോൾ അപ്പർ കുട്ടനാട്ടിൽ എത്താൻ ഇത്രയും സമയമെടുക്കും എന്നുള്ളതാണ്. അത് ഇനി വരുന്ന 2-3 മണിക്കൂർ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളം ഉയർന്നു തന്നെ നിൽക്കും. കുറച്ചുകൂടി വെള്ളം ഉയരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ പൂർത്തിയാക്കി. വീടുകളിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന ഇടങ്ങളിൽ കുറച്ച് ആളുകൾ ചില വീടുകളിലേക്കുണ്ട്. അവരിനി മാറുമോ? ഇപ്പോൾ ഗതാഗതം ഏകദേശം ഭാഗികമായി തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട് അല്ലേ തിരുവല്ല ഭാഗത്തേക്ക്? അതെ അരുൺകുമാർ, ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകാൻ നിൽക്കുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ്. ഇവിടെ ഭാഗികമായി ഗതാഗതം നിലച്ചു. അതായത് കാറുകൾക്ക് സ്വന്തം റിസ്കിൽ പോകാവുന്നേ ഉള്ളൂ. പല 4 ചക്ര വാഹനങ്ങളും ഇവിടെ വെച്ച് തന്നെ പകുതിയിൽ വാഹനം നിർത്തി പോകേണ്ട അവസ്ഥ വന്നു. ഇരുചക്ര വാഹനങ്ങൾ തന്നെ തള്ളിക്കൊണ്ടു പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇത് ആലപ്പുഴ പത്തനംതിട്ട അതിർത്തി പ്രദേശമായ നെടുമ്പുറം എന്ന സ്ഥലമാണ്. ഇവിടെ ഉള്ള ആളുകൾ, നിരവധി ആളുകൾക്ക് ഇന്ന് ജോലിക്കോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് അധികം പേർക്ക് പോകേണ്ട. എന്നാലും കൂടുതൽ ആൾക്കാർക്കും ഇതിനെ വഴിയുള്ള KSRTCയുടെ ബസിന്റെ സർവീസ് നേരത്തെ ഇന്നലെ വൈകിട്ട് തന്നെ വെള്ളം കയറിയ സമയത്ത് തന്നെ തടസ്സപ്പെട്ടിരുന്നു, നിർത്തിവെച്ചിരുന്നു. ഇന്ന് KSRTCയോ അല്ലെങ്കിൽ ബസ്സുകളോ ഒന്നും സർവീസ് നടത്തുന്നില്ല. ആകെ പോകുന്നത് ഭാര വാഹനങ്ങൾ മാത്രമാണ് ഈ റൂട്ടിൽ പോകുന്നത്. അങ്ങനെ ഈ അപ്പർ കുട്ടനാട് പ്രത്യേകിച്ചും എടത്വ, തലവടി തുടങ്ങിയിട്ടുള്ള തകഴിയാം ഏരിയയിലോട്ടൊക്കെ വെള്ളം കയറി വരുന്നുള്ളൂ. പമ്പ, അച്ചൻകോവിൽ, മണിമല, അങ്ങനെ 3 ആറുകളാണ് പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴ വഴി കടന്ന് പിന്നീട് അറബിക്കടലിലേക്ക് പതിക്കുന്നത്. അങ്ങനെ തോട്ടപ്പള്ളിയിൽ പക്ഷേ ഇത്തവണ 40 ഷട്ടറുകളിൽ 39 ഷട്ടറുകളും ഇന്ന് രാവിലെ ഏകദേശം 8:30 മണിയോടെ 39 ഷട്ടറും തുറന്നു. ഒരു ഷട്ടർ 2019 പ്രളയകാലത്ത് നശിച്ചു പോയതാണ്. ഒപ്പം തന്നെ 20 മീറ്റർ പൊഴിയുടെ ഭാഗത്ത് നേരത്തെ സ്വാഭാവികമായി അവിടെ പൊഴി തുറന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ 100 മീറ്റർ ഭാഗം പൊഴി തുറന്നു വിട്ടതുകൊണ്ട് തന്നെ ശക്തമായ നീരൊഴുക്ക് കടലിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായി ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജലം എത്തുക. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തരും. ചേട്ടാ, ഇവിടെ ഈ ചെറിയ വെള്ളം വന്നാൽ ഇവിടെ വെള്ളക്കെട്ടാണ്. ഇപ്പം ഒരു 3 പ്രാവശ്യമാണ് ഇവിടെ വെള്ളം പൊങ്ങുന്നത്. ഇപ്പൊ വലച്ചാണം അങ്ങനെ വെള്ളം പൊങ്ങാനല്ല. ഞാൻ രാവിലെ എണ്ണിച്ച് പോകുമ്പോഴത്തേക്ക് ഇന്നലെ വൈകിട്ട് വരെ വീടിന് മുറ്റത്ത് വെള്ളമില്ലായിരുന്നു. ഇപ്പൊ രാവിലെ എണ്ണിച്ച് പോകുമ്പോഴത്തേക്ക് മുട്ടിന്റെ അത്രയും വെള്ളമാണ്. സാധാരണ ഈ പത്തനംതിട്ട കിഴക്കൻ മേഖലയിൽ മഴ പെയ്യുമ്പോഴാണല്ലോ മലയോര മേഖലയിൽ മഴ പെയ്യുമ്പോഴാണ് വെള്ളം വരുന്നത്. ഇനി എത്ര നേരത്തും കഴിഞ്ഞ് വെള്ളം ഇവിടെ ഒഴുകി പോകുമോ? ഇവിടെ ലാസ്റ്റ് ഇവിടെ ആണ് വരുന്നത് വെള്ളം. എവിടെ മഴ പെയ്തു പറഞ്ഞാലും വെള്ളം ലാസ്റ്റ് ഇവിടാണ്. ഇവിടെ നിന്നാണ് തോട്ടപ്പള്ളിയിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് അപ്പർ കുട്ടനാട്ടുകാർക്കാണ് ദുരന്തം മൊത്തം വരുന്നത് തന്നെ. അങ്ങനെ അപ്പർ കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളം കയറുന്ന മണിക്കൂറുകളാണ്. പക്ഷേ തോട്ടപ്പള്ളിയിൽ നിന്ന് നീരൊഴുക്ക് കടലിലേക്ക് അതിശക്തമായി ഒഴുകുന്നതുകൊണ്ട് അധിക നേരം ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല. തോട്ടപ്പള്ളിയിൽ അത്രയും ആഴം കൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൊഴി മുറിച്ച് അത്രയും ജലം പോകുന്നു. പക്ഷേ മറ്റൊരവസ്ഥ, അതായത് പറഞ്ഞു, ഇതൊക്കെ എന്റെ ഓർമ്മയുള്ള കാലം തൊട്ട് കൊടിയാടി മുതൽ നീരേറ്റുപുറം വരെ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമായിരുന്നു. റോഡൊന്ന് ഉയർത്തിക്കെട്ടിക്കുകയും റോഡിന്റെ ഈ വാട്ടർ ലെവൽ നോക്കിയിട്ട് അവരത് മാർക്ക് ചെയ്തുകൊണ്ട് ഈ ഊരാളുകളൊക്കെ ഇവിടെ കിടന്ന് ഇഷ്ടംപോലെ പണി ചെയ്ത് അവരത് ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടത് വെള്ളപ്പൊക്ക സമയത്ത് അവർ മാർക്ക് ചെയ്യുക. ഇത്രയും ആ പാലം മുതൽ പൊടിയാടി വരെ പൊക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്തുകൊണ്ട് പൊക്കിയാൽ ഈ പ്രശ്നമൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ വണ്ടി ഇവിടെ വന്ന് ഈ പാലത്തിന്റെ അവിടെ നിന്നിട്ട് നടക്കുക പരിപാടി. 1 കിലോമീറ്റർ കൂടുതലുണ്ട്. 1 കിലോമീറ്റർ കൂടുതൽ. 1 കിലോമീറ്റർ അല്ല, 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ഉണ്ട്. അത്രയും ഭാഗം 1.5 കിലോമീറ്ററോളം ഭാഗം ഇങ്ങനെ ഈ മുട്ടറ്റം വെള്ളം. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ അരപ്പൊക്കത്തോളം വെള്ളം വരും. അങ്ങനെയുള്ള ഭാഗത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ സമാന്തരമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇതുപോലെ തന്നെ അമ്പലപ്പുഴ തിരുവല്ല പാത പോലെ തന്നെ 25 കിലോമീറ്റർ ദൂരമാണ്. പക്ഷേ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൽ ഇതേ അവസ്ഥയില്ല. അവിടെ ഊരാലുങ്കൽ തന്നെ പുതിയ റോഡ് നിർമ്മിച്ച് അവിടെ ഉയരപ്പാത അടക്കമുള്ളത് കൊണ്ട് തന്നെ അവിടെ മേൽപ്പാത അടക്കമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ ഇങ്ങനെ വെള്ളം കയറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, ഈ റോഡിന് പൊക്കമില്ല, ഉയരത്തിൽ കെട്ടാത്തത് കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. വർഷങ്ങളായി കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുമ്പോൾ ആദ്യം പ്രശ്നം നേരിടുന്നത് ഈ അമ്പലപ്പുഴ തിരുവല്ല പാതയിലാണ്. എന്താണെങ്കിലും ഇനി ഉച്ചയ്ക്ക് ശേഷം കടൽ കൂടി പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, അമ്പലപ്പുഴ, കാക്കാഴം
വണ്ടാനം മേഖലകളിലെ തീരദേശ മേഖലകളിലും കനത്ത ജാഗ്രതയുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ്. അരുൺകുമാർ. ഓക്കെ, അപ്പർ കുട്ടനാട് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതങ്ങനെയാണ്, നമ്മൾ കിഴക്കിൽ നിന്നുള്ള വെള്ളം വരവാണ്. പക്ഷേ ഇനിയിപ്പോൾ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പുഴയൊക്കെ മുറിച്ചതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പൊക്കോളും വലിഞ്ഞോളും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനീഷ് മഹിപാലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്.